പ്രഭാഷണത്തിന് പോയപ്പോ പള്ളിക്ക് വേണ്ടി പൈസ പിരിക്കുകയാണ്, സ്വർണം പിരിക്കുകയാണ്. സ്വർണം ധാരാളം കിടന്നു വന്നു. നിങ്ങളുടെ ആഗ്രഹമേടാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. ആഗ്രഹം പറയ ദുആ ചെയ്യാമെന്ന് പറഞ്ഞപ്പോ സഹോദരങ്ങളെ, കാസർഗോഡ് ജില്ലയിൽ എന്റെ കയ്യിലാണ് വന്നത് 2 പവൻ വീതമുള്ള 2 വള. ഒരു സുന്ദരി പെൺകുട്ടി ഊരിത്തന്നു. എന്താ അതിന്റെ ആഗ്രഹമെന്നറിയോ? എന്റെ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം. ഞാൻ അവളെ മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദായിരിക്കാം, അവളുടെ മദ്രസയിലെ മുഅല്ലിമായിരിക്കാം. ഞാൻ എഴുതി ചോദിച്ചു, ആരാണ് ഉസ്താദ് എന്ന് പറയുക? എനിക്ക് എന്റെ ഭൂമുഖത്തിൽ ഒരൊറ്റ ഉസ്താദേ ഉള്ളൂ. അത് മഅ്ദനി ഉസ്താദാണ്. അത് മഅ്ദനി ഉസ്താദാണ്. നിസ്കാരമില്ലാതെ തലമറക്കാത്ത നടന്ന ഞാൻ മഅ്ദനി ഉസ്താദിന്റെ വഅദ് കേട്ടിട്ടാണ്. സഹോദരങ്ങളെ, കാസർഗോഡ് പ്രസംഗം കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിലെ ആ പെൺകുട്ടി എന്നെ കാണാൻ വന്നു. ആ പെണ്ണ് പറഞ്ഞ വാക്കാണ്, ഞാൻ പറഞ്ഞതല്ല. മഅ്ദനി ഉസ്താദിന്റെ പ്രസിദ്ധമായൊരു പ്രഭാഷണമുണ്ടല്ലോ, നിസാഉൽ കാസിയാത്തുൻ നാരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ റഊസുഹുന്ന കാസ്നിമത്ത് ബുഖത്ത് മായിലാ. ഉടുത്തിട്ട് കൊടുക്കാത്ത പെണ്ണുങ്ങൾ. ആ ഒരൊറ്റ പ്രസംഗം കേട്ടിട്ട് ഉസ്താദ്, ഞാൻ മഅ്ദനി ഉസ്താദിന്റെ വഅദ് കേട്ടിട്ട് തലയിൽ തട്ടമിട്ടടാ. അന്ന് മുതൽ ഞാൻ നമസ്കാരം കേട്ടിട്ടില്ല. എന്റെ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് 2 പവന്റെ ഒരു വളയല്ല, 2 പവനോളം വരെ 2 വള ഊരി തന്നത് കാസർഗോഡ് ജില്ലയിൽ ഞാൻ എന്റെ കൈവെള്ളയിൽ വാങ്ങിച്ചതാ. എന്റെ കൈവെള്ളയിൽ വാങ്ങിച്ചതാണ്. ആയിരക്കണക്കിന് ആളുകൾ ദുആ ചെയ്യുമ്പോ, ആയിരക്കണക്കിന് ആളുകൾ ആമീൻ പറയുമ്പോ, എന്റെ സഹോദരങ്ങളെ, മഅ്ദനി ഉസ്താദ് 2ാമതും ജയിലിൽ പോണെന്ന് ചോദിച്ച സഹോദരങ്ങളെ, ഫറോവയുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ താല്പര്യം അങ്ങനെയാ. അവരെ അല്ലാഹു പെട്ടെന്ന് കുറിക്കില്ല. അല്ലാഹു പകേനെ പന പോലെ വളർത്തും. അല്ലാഹുവിന്റെ തീരുമാനം എന്തെന്നറിയോ? സഹോദരങ്ങളെ, നിരാശ വേണ്ട. അൻവാശരിയുടെ പാവപ്പെട്ട മക്കളെ, നിരാശ വേണ്ട. പടച്ചറപ്പിന്റെ ദർബാർ കുലുങ്ങാത്തതെന്ത? ഞങ്ങളുടെ ഉസ്താദിനെ മോചിപ്പിക്കാനെന്ത? ഉമർ മുസ്താദേ, പൊന്നുമക്കളെ, കണ്ണുനീരിന് വിലയില്ലാത്തത് കൊണ്ടല്ല. നിങ്ങളുടെ ഉപ്പയല്ലാഹു പ്രവാചകത്വത്തിന്റെ പരീക്ഷണം പഠിപ്പിക്കുകയാ. പ്രവാചകന്മാരുടെ പ്രവാചകത്വം അവസാനിപ്പിച്ചത് കൊണ്ട് യൂസുഫ് നബിയുടെ ചരിത്രം പഠിപ്പിക്കുകയാ. അല്ലാഹു ഫറോവമാരോട് കാണിക്കുന്നത് എങ്ങനെയാ? പൊന്നുമോനെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫറോവയുടെ അമ്പ് ആകാശത്തേക്ക് പോയി. ജിബ്രീലിനോട് അല്ലാഹു പറഞ്ഞു, എന്നെ ലക്ഷ്യമാക്കി അമ്പ് പറഞ്ഞു വരുന്നത് കണ്ടോ? ജിബ്രീലേ, പിടിച്ചെടുക്കുക. ഒരാടിന്റെ രക്തം അമ്പിന്റെ അഗ്രഭാഗത്ത് പുരട്ടിയിട്ട് അതേ ഫറോവയ്ക്ക് തന്നെ തിരിച്ചറിഞ്ഞു കൊടുക്കുക. സഹോദരങ്ങളെ, അമ്പിന് ആടിന്റെ രക്തം പുരട്ടിയിട്ട് നബി അലൈഹിസ്സലാത്തു വസ്സലാം അസ്ത്രം താഴോട്ടിട്ട് കൊടുത്തു. പൊട്ടിച്ചിരിച്ചിട്ട് നിലവും പറഞ്ഞ് അല്ലാഹു മരിച്ചു, അല്ലാഹു മരിച്ചു. അല്ലാഹുക്ക് വേണമെങ്കിൽ ഫറോവയെ കൈകാര്യം ചെയ്തുകൂടെ? പക്ഷേ മഅ്ദനിയുടെ കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ടായി. സാക്ഷാൽ മഅ്ദനി കിടന്നെടുത്ത് മഅ്ദനി ഉസ്താദ് കിടന്നെടുത്ത് ഒരു ദിവസമെങ്കിലും യതിയൂരപ്പ് കിടക്കേണ്ടി വന്നത് അത് ചരിത്രത്തിന്റെ തനിയാവർത്തനമാണ്. അത് ചരിത്രത്തിന്റെ തനിയാവർത്തനമാണ്. ജയിലിന്റെ അടികൾ ഒരാൾക്ക് വേണ്ടി മാത്രമല്ല തുറക്കപ്പെടുക, ഒരാൾക്ക് മാത്രമല്ല തുറക്കപ്പെടുക. സഹോദരങ്ങളെ, മഅ്ദനി ഉസ്താദിനെ സ്നേഹിക്കുന്ന കാസർഗോഡ് ജില്ലയിൽ നിന്ന് കന്യാകുമാരി വരെ ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് ഞാൻ പറയുന്നു, നമ്മുടെ മനസ്സിൽ മഅ്ദനി ഉസ്താദിനോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യമാണ് ഖുർആൻ പിന്നീട് പറയുന്നത്. ഖുർആൻ പിന്നീട് പറയുന്നത്, അമ്പ് താഴേക്ക് വീണു. അല്ലാഹു ഫിറൗനെ തളർത്തിയില്ല. അല്ലാഹുവിന്റെ സമീപനം എങ്ങനെയാണ്? അല്ലാഹുവിന്റെ സമീപനം എങ്ങനെയാണ്? നമ്മുടെയൊക്കെ ചില അൻവാശരി ദുആ നടക്കുന്നു, മാത്തൂർ ഉസ്താദ് ദുആ ചെയ്യാൻ വരുന്നു, എന്നിട്ടും അതിന് വെളി വരാത്തുണ്ട്. അപ്പൊ എന്താ ചെയ്തിട്ടുണ്ട്? അപ്പൊ എന്തൊക്കെ ന്യായങ്ങൾ കേൾക്കണം? അപ്പൊ എന്താ ചെയ്തിട്ടുണ്ട്? ഫറോവ അഹങ്കരിച്ചു, ആളുകളെ കൊന്നടുക്കി. ഇവിടെ അഗതികൾ ദുആ ചെയ്തു, അനാഥകൾ ദുആ ചെയ്തു, മാത്തൂർ ഉസ്താദ് ദുആ ചെയ്യുന്നു, ഞാൻ ദുആ ചെയ്യുന്നു, നിങ്ങൾ ദുആ ചെയ്യുന്നു. നമ്മളാരും ഒരു പ്രവാചകന്റെ ദുആയോളം എത്തൂലല്ലോ. എത്തുവോ? ഒരു പ്രവാചകന്റെ ദുആയോളം നമ്മുടെ ദുആ എത്തുവോ? അതതിനേക്കാളും വലിയ ആളുകളുണ്ട്. ഇപ്പൊ അങ്ങനെയാണ്, എല്ലാവരും വലിയ മഹാനാകുന്ന ആളുകളാണ്. അവനവനെ തന്നെ മഹാനാകും. ചില ആളുകൾ പറഞ്ഞറിയാം, ഞാൻ ഇത്ര മഹാനാകുമെന്ന് ഞാൻ തന്നെ ചിന്തിച്ചിരുന്നില്ല. അങ്ങനെ അവനവൻ സ്വയം മഹാനാകുന്ന കാര്യമാണ്. മഹാന്മാരുടെ ഒരു വലിയ പഠനം, അവനവൻ തന്നെ അവനവനെ മഹാനാക്കും. ആ കാലഘട്ടത്തിലാണ് സഹോദരങ്ങളെ ഫറോവ അഹങ്കരിച്ചു. അല്ലാഹു പറഞ്ഞു, വളരട്ടെ, അവൻ അങ്ങനെ വളരട്ടെ. എവിടം വരെ പോകും നമുക്ക് നോക്കാം, എവിടം വരെ പോകുമെന്ന് നോക്കാം.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫറോവയ്ക്കെതിരെ ദുആ ചെയ്തതാരാ? മൂസാ നബി. മൂസാ നബിക്ക് ആമീൻ പറഞ്ഞാരാ? ഹാറൂൻ നബി. ദുആ ചെയ്തൊരു നബി, ആമീൻ പറഞ്ഞ വേറെ നബി. റബ്ബനാ ഇന്നക ആതൈത ഫിർഔന വമലഅഹു സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തി ദുനിയാ. ബഹുമാനായ മത്തൂർ ഉസ്താദ് അല്ലാഹു ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. സദസ്സിലേക്ക് കടന്നു വരികയാണ്. ഒരു അനിവാര്യം പോലെ, അനുഗ്രഹം പോലെ, ഈ ആശയത്തിന്റെ, ഈ ഏറ്റവും വലിയ ആദർശത്തിന്റെ പരിവേഷം പോലെ അല്ലാഹുവേ ദുആക്ക് ഇജാബത്തുള്ള സൂഫി ചക്രവാളത്തിലെ നിത്യ സാന്നിധ്യമായി അല്ലാഹുവേ നീ ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകണേ തമ്പുരാനെ. അതിനെ ഇരുത്തിട്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഒരാഴ്ചകൾ എനിക്ക് പോകുന്നുണ്ട്, എന്നാലും അതിനെയും കൂടാനും പോകുന്നു. അനുസരണോടെ മുമ്പോട്ട് കയറി വന്നവർ അള്ളാഹു ജീവിതത്തിലും എല്ലാ ഈ ദുആയും അള്ളാഹു എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. അള്ളാഹു എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരട്ടെ. ബഹുമാന ഉസ്താദുകളുടെ ദുആ നമുക്ക് ഏറ്റവും ഒരു അമൂല്യമായ സമ്പത്താണ്. എനിക്ക് വളരെയേറെ പരിചയമുള്ള, ഞാൻ അയത്തിന് ഖിദ്മത്തിലാണ് ഉസ്താദിനെ ആദ്യമായിട്ട് കാണുന്നത്. ഉസ്താദിന്റെ പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ പലർന്നിട്ടുണ്ട്. അടുത്തൊരു കാര്യം കൊണ്ട് എനിക്ക് ഉസ്താദ് പറയാനുണ്ട്, അത് ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞ കാര്യമൊക്കെ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ അനുഭവമാണ്, അതിനപ്പുറത്തേക്ക് പറയാൻ അനുഭവമാണ്. സലിൽ മുജരി ഭവനാത്ത സലിൽ ഹക്കീമ. ഉസ്താദ് അയത്തിൽ വരുമ്പോൾ എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. നമ്മൾ ഉസ്താദ് ഒരു ആൺകുട്ടിയാവണം. ഉസ്താദ് ഒന്ന് പറഞ്ഞു അൽഹംദുലില്ലാ ആൺകുട്ടിയാണ്. രണ്ടും ആൺകുട്ടിയാണ്, ഒന്നല്ല രണ്ട്. ഞാൻ അടുത്ത് ഞാൻ ഉസ്താദിന് വേറെ സ്വകാര്യം പറയാനുണ്ട്. പൊതുവായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് എനിക്ക് വളരെയേറെ ഞാൻ ധാരാളം ഉസ്താദിൻ്റെ ദിക്ർ ഹൽക്കയിലൊക്കെ ഞാൻ പട്ടാമ്പി ഭാഗത്തൊക്കെ ധാരാളം ഭാഗത്തിന് പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഉസ്താദിനെ ഒന്ന് മുസാഫിക്കാനുണ്ടാകുന്ന തിരക്ക് ഞാൻ കണ്ടിട്ട് അസൂയോടെ ഞാൻ നോക്കി നിർത്തി. നമ്മൾ മഹാനല്ലാത്തത്. അങ്ങനെ ദുആ ചെയ്തു. ആരാ ദുആ ചെയ്തത്? മൂസാ നബി. ആമീൻ പറഞ്ഞത് ഹാറൂൻ നബി. അങ്ങനെ ഒരു ദുആ ശരി നടക്കില്ല, നടക്കില്ല. ربنا إنك آتيت فرعون وملأه أموالا وزينة في الحياة الدنيا ربنا اطمس على أموالهم واشدد على قلوبهم فلا يؤمنوا حتى يروا العذاب الأليم. മൂസാ നബി ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ 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 ഇന്നക ആതൈത ഫിർഔന വമലഅഹു. അല്ലാഹുവേ ഫറോവയ്ക്കും മന്ത്രിമാർക്കും നീ എത്രയോ സമ്പത്താണ് വാരിക്കോരി കൊടുത്തത്. അവർക്ക് നീ അധികാരം കൊടുക്കുന്നു, അവർക്ക് നീ സമ്പത്ത് കൊടുക്കുന്നു. അതിന്റെ പേരിൽ അവരെന്നെ വല്ലാതെ ഉപദ്രവിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവേ ഫറോവയെ അവന്റെ സമ്പത്തോടുകൂടി നീ നശിപ്പിച്ച് കളയണേ അല്ലാഹ്. ശരീരത്തിന് സമാധാനത്തിനു വേണ്ടി ആയിരക്കണക്കിന് ദുആ സമ്മേളനത്തിന് പങ്കെടുത്തിട്ട് എന്താ ദുആ സ്വീകരിക്കാത്തതെന്താ? ഇനി ഞാൻ പോണില്ലാന്ന് കരുതുന്നവരുണ്ട്. സഹോദരങ്ങളെ, ആരാ ദുആ ചെയ്യുന്നതെന്നറിയോ? ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി കടന്നു വരുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഏത് ശരീരത്തിലാണോ വിയർപ്പ് കണങ്ങൾ ഒരുമിച്ച് കൂടിയത്? ആകാശവുമായി നേരിട്ട് ബന്ധമുള്ള തുരിസീന പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് പടച്ചറപ്പുമായിട്ട് നേരിട്ട് സംസാരിച്ച ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ. ആമീൻ പറയുന്നത് ഹാറൂൻ നബിയാണ്. അല്ലാഹു മറുപടി കൊടുത്തു, മൂസാ ഞാൻ പറയുന്നതല്ല, ഖസസോദുക സൂറത്ത് യൂനുസ് ഓതുക. ഖാലഖദ് ഉജീബത് ദഅവതകുമാ ഖാലഖദ് ഉജീബത് ദഅവതകുമാ. ഓ മൂസാ, ഹാറൂൻ നബിയെ, നിങ്ങളുടെ രണ്ടുപേരുടെയും ദുആ സ്വീകരിച്ചിരിക്കുകയാണ്. ഈ ഫറോവയെ തകർക്കാൻ പോവുകയാണ്. അല്ലാഹു പറഞ്ഞു, നിങ്ങളുടെ ദുആ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ സഹോദരങ്ങളെ, മൂസാ നബി ദുആ ചെയ്തിട്ട് പിറ്റേ ദിവസം ഫിറഔൻ ചത്തില്ല, പിറ്റേ ദിവസവും ചത്തില്ല, അടുത്ത മാസവും ഫിറഔൻ ചത്തില്ല, അടുത്ത വർഷവും ഫിറഔൻ ചത്തില്ല. മൂസാ നബി ദുആ ചെയ്തിട്ട് വീണ്ടും 40 വർഷം കൂടി ലോകത്ത് ജീവിച്ചു ഫിറഔൻ. 40ാമത്തെ വർഷത്തിലാണ് ഫറോവ ചെങ്കടലിൽ മുക്കിച്ചെത്തു പോയത്. അല്ലാഹു ദുആ ചെയ്താൽ ഉടനെ നാളെ രാവിലെ അനുകൂല തീരുമാനമല്ല. പ്രവാചകന്മാരുടെ കാര്യത്തിൽ പോലും അതുണ്ടായിട്ടില്ല. അതുകൊണ്ട് നമുക്കെന്താ ചെയ്യാൻ കഴിയുന്നത്? അല്ലാഹുവോട് ദുആ ചെയ്യുക, അല്ലാഹുവോട് ദുആ ചെയ്യുക. അല്ലാഹുവേ 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 കബ് സേ കടി ഹൈ യാ റബ്ബ് ഉമ്മീദ് കേ സഹാരെ
पुकारे मेरा दिल न जाने मैंने किसी तरह से पुकारे अल्लाहवे कब से कटी गया रब എത്ര നാൾ കൊണ്ട് നിന്റെ മുമ്പിൽ ഒരു യാതകർ പോലെ അല്ലാഹുവേ ഞങ്ങൾ തേടുന്നു തമ്പുരാനെ ഞങ്ങളുടെ മഅ്ദിനി ഉസ്താദിന് വേണ്ടി അല്ലാഹുവേ ഇനി ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്കിനി അറിയില്ല കിസി തറഹ് സെ പുകാരെ എവിടെയാണ് ഇനി മുട്ടേണ്ടതെന്ന് ആരോടാണ് പറയേണ്ടതെന്ന് പരമോന്നത കോടതി പോലും ധരിച്ചു നിൽക്കുമ്പോ ഞങ്ങൾക്കറിയില്ല അല്ലാഹുവേ നമ്മുടെ മാനസികാവസ്ഥ ഇതാണ് കിസി തറഹ് സെ പുകാരെ ഇനി എവിടെയാണ് പറയേണ്ടത് ഏത് വാതിലാണ് മുട്ടേണ്ടത് അവിടെ നമുക്കറിയാം മേരാദിൽ അബീലാസിം ജാത്താകെ തേരി റഹ്മക്കാന എന്റെ മനസ്സിന് നന്നായിട്ടറിയാം ഇപ്പോൾ വേണ്ടത് ഒരേ ഒരു കാര്യമാണ് തേരി റഹ്മക്കാന നിന്റെ കരുണയുടെ ഭക്ഷണം നിന്റെ കരുണ ആ കരുണ വിശാലമാണല്ലോ അല്ലാഹുവേ ആ കരുണയിൽ നിന്ന് ഞങ്ങളെ നിരാശരായിട്ടില്ല അല്ലാഹുവേ ഇബ്ലീസിന് പോലും കരുണ കൊടുത്ത തമ്പുരാനെ ഇബ്ലീസിന് പോലും അല്ലാഹ് കരുണ കാണിച്ചിട്ടുണ്ട് അല്ലാഹുവിന്റെ കാരുണ്യം എന്താണ് ശൈത്താനോട് പോലും അല്ലാഹ് കാരുണ്യം കാണിച്ചിട്ടില്ലേ ശൈത്താൻ പറഞ്ഞു അല്ലാഹുവിനോട് അല്ലാഹുവേ നിന്റെ മനുഷ്യര് ഭൂമിയിൽ വന്നാൽ ലാ തൂദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം നിന്റെ അടിമകളെ ഞാൻ പഠിപ്പിക്കും അല്ലാഹുവേ അല്ലാഹ് പറഞ്ഞു നീ പഠിപ്പിച്ചോ അപ്പോഴാണ് പിശാചിന് സന്ദേഹം അല്ലാഹുവേ അതിനു മുമ്പ് നീ എന്റെ റൂഹിനെ പിടിച്ചാലോ ലോകാവസാനം വരെ അവരെ പിഴപ്പിക്കാൻ എനിക്ക് കഴിയാതിരുന്നാലോ അതുകൊണ്ടല്ലേ അല്ലാഹുവേ ഖിയാമത്ത് നാൾ വരെ എന്റെ ആയുസ്സിനെ നീ നീട്ടി തന്നാൽ അല്ലാഹുവേ എത്രയോ നല്ലതായിരുന്നെന്ന് പറഞ്ഞപ്പോ അല്ലാഹ് പിശാചിനോട് പറഞ്ഞതെന്താ കാലദഹം നീ പോയിക്കോ ഖിയാമത്ത് നാൾ വരെ നിനക്ക് ആയുസ് തന്നു ശൈത്താനോട് അല്ലാഹ് കരുണ കാണിച്ചു നീ എന്റെ മക്കളെ പഠിപ്പിക്കാനല്ലേ പോയി പഠിപ്പിച്ചു നിന്റെ റൂഹ് ഞാൻ പിടിക്കൂല അള്ളാഹുടെ കരുണ അത്രയ്ക്ക് വിശാലമാണ് അള്ളാഹു കരുണ നമുക്ക് തരട്ടെ അള്ളാഹു കരുണ മഅ്ദിനി ഉസ്താദിനും കൊടുക്കട്ടെ അള്ളാഹു ജയിൽ മോചനം നൽകി അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ ആമീൻ പറയൽ മാത്രമാണോ നമ്മുടെ കടമ ആമീൻ പറയൽ മാത്രമാണോ നമ്മുടെ കടമ മഅ്ദിനിയെ സ്നേഹിക്കുന്ന മഅ്ദിനി ഉസ്താദിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അന്ന് ഏതാണ്ട് ഈ അൻവാർ ശരീർ ദിവസങ്ങളോളം നോമ്പായിരുന്നു എല്ലാവരും നോമ്പല്ലാതിരുന്നിട്ട് നോമ്പ് പിടിച്ച പിരിഞ്ഞു പോകാനൊരു വൈമനസ്യം പോലെ തങ്ങളുടെ മനസ്സിൽ സൃഷ്ടിച്ച മൺചരാത് പോലെ അതൊരു മനുഷ്യനാണ് ആ മനുഷ്യന്റെ ഒരു വല്ലാത്ത വികാരം മനസ്സിൽ സൂക്ഷിച്ച് മഅ്ദിനി ഉസ്താദിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ വിങ്ങിപ്പൊട്ടി ഈ മതിലിന്റെ വെളിഭാഗത്ത് കാത്തുനിന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ അവർ തീവ്രവാദികളല്ല അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ആളുകളായിരുന്നില്ല ആയിരക്കണക്കിന് വാക്കുകൾ കേട്ട് മനസ്സിൽ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടായി കണ്ടുവിടുന്ന കുറെ സ്നേഹിതരായിരുന്നു പാർട്ടി പ്രവർത്തകർ മാത്രമായിരുന്നില്ല ആ ഒരു സ്നേഹം യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മുടെ മഅ്ദിനി ഉസ്താദ് ജയിലിലാണ് നമുക്ക് ചെയ്യേണ്ട ഒരൊറ്റ ധർമ്മമുണ്ട് ആ ധർമ്മം പറഞ്ഞ് ഉസ്താദിനെ വിട്ടുകൊടുത്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ് മഅ്ദിനിയും ഖുർആനും ഇവിടെ പൂർണ്ണമാകും യഥാർത്ഥത്തിൽ ഇതേ അവസ്ഥയാണ് മഅ്ദിനിക്കുണ്ടായത് മൂസാ നബി ഇത് പറഞ്ഞപ്പോൾ ഫിർഔൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം മൂസയെ നമുക്ക് കൊല്ലാം എന്ത് ചെയ്യാം മൂസേ وقال فرعون ذروني أقتل موسى وليدعو ربه ഫറോവ രാജസിംഹാസനം വിളിച്ചുകൂട്ടി എന്നിട്ട് പറഞ്ഞു ദറൂനി അഖ്തുലു മൂസ ആ മൂസയുടെ തല വെട്ടുക ആ സന്ദർഭത്തിൽ ഖുർആൻ പറയുന്നൊരു ദൗത്യമുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കതിന് കഴിയേണ്ടതുണ്ട് അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഞാൻ ആ ദൗത്യം പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് ഞാൻ തയ്യാറാണ് ഇത് അല്ലാഹ് ആവശ്യപ്പെടുന്നതാണ് മഅ്ദിനി ഉസ്താദിനോട് സ്നേഹമുണ്ടെങ്കിൽ ആ ദൗത്യം ഞാൻ പറഞ്ഞു തരാം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വന്ന സൂപ്പർവൈസർമാരൊന്നുമില്ല എന്നെക്കാളും വലിയ പണ്ഡിതന്മാരാണ് ഇരിക്കുന്നത് ഞാനിവിടെ വരാൻ ഈ അൻവാർ ശരീർ വലിയ സ്ഥാപനമാണ് ലോക പ്രശസ്തമായ ഹിന്ദു പത്രത്തിന്റെ എഡിറ്റോറിയൽ ബോർഡിൽ പോലും ഈ അൻവാർ ശരീറിൽ നിന്ന് ഫാരിഗീകളായ വിദ്യാർത്ഥികളുണ്ട് കേരളത്തിലെ ഒരു കലാലയത്തിനും എത്തിപ്പിടിക്കാൻ കഴിഞ്ഞു എന്നത് അൻവാർ ശരീയുടെ ഗുണമാണ് പക്ഷെ ഈ ശബ്ദ കോലാഹലങ്ങളുടെ ഇടയിൽ അത് ആരൊക്കെയോ വിസ്മരിച്ചു പോയി അല്ലെങ്കിൽ ആ ശബ്ദം ഉയർന്നു കേട്ടില്ല എന്നതാണ് ഞാനിവിടെ എത്താൻ തന്നെ ഒരു കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ അടുത്ത സമയത്ത് എനിക്ക് തിരക്ക് കൂടുതലാണ് പക്ഷേ എൻ്റെ മഹലിലെ ഇമാം അൻവാർ ശരീഫ് ബാരിക അബ്ദുൽ മജീദ് റഹ്മാനി മുദ്രിയാണ് എൻ്റെ മഹലിലെ ഇമാം മഅ്ദിനി ഉസ്താദിന്റെ ശിഷ്യനാണ് ആ ഒരു ബന്ധം
കാരാളികോണം അബ്ദുൽ മജീദ് അമാനിനബി അദ്ദേഹമുണ്ട്. അദ്ദേഹം MA.MPhil ദുനിയാവും ആഖിറവും ഒന്നിച്ചെടുത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞു. അതൊക്കെ ഇതിന്റെ അജണ്ടയുടെ പുറകിലുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഫിർഔൻ ആദ്യം മൂസയെ വിളിച്ചത് അള്ളാനെ കൊല്ലാനാണ് പോയത്. അതുകൊണ്ടാണ് അൻവാർ ശേരിയിൽ ആദ്യം ഉണ്ടായത്. ആദ്യം മഹദി ഉസ്താദിനെ വിളിച്ചത് അൻവാർ ശേരിയാണ് വിളിച്ചത്. ഫിർഔൻ ചെയ്തതെല്ലാം അഭിനവകാല